പഹൽഗാമിൽ പൊലിഞ്ഞ നമ്മുടെ സഹോദരങ്ങളുടെ ജീവനുകൾക്ക് മറുപടിയായി മെയ് 7-ന് പുലർച്ചെ ഇന്ത്യ ആക്രമിച്ച പാകിസ്ഥാനിലെ ബഹവൽപൂർ പ്രദേശം നമ്മൾ ഏറെക്കാലമായി ലക്ഷ്യമിടുന്ന ഒരു ഭീകരൻ്റേതായിരുന്നു. ഇന്ത്യൻ ജനതയുടെ സമാധാന ജീവിതത്തെയും സാഹോദര്യത്തെയും ലക്ഷ്യം വെച്ച് വെടിയുണ്ടകളും ബോംബുകളുമായി അതിലേറെ വീര്യമുള്ള ഭീകരവാദ ആശയങ്ങളുമായി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ മണ്ണിലേക്ക് നുഴഞ്ഞു കയറിയവൻ. ഒരിക്കൽ രാജ്യം പിടികൂടിയിട്ടും മറ്റൊരു ഭീകരാക്രമണം വഴി നമ്മുടെ കൺമുൻപിലൂടെ സുഖമായി രക്ഷപ്പെട്ടവൻ. കാണ്ഡഹാർ വിമാന റാഞ്ചലിൽ ബന്ദികളാക്കപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് പകരമായി ഇന്ത്യക്ക് വിട്ടുകൊടുക്കേണ്ടി വന്ന ആ ഭീകരനാണ് പിന്നീട് ലോകം കണ്ട വലിയ ഭീകര സംഘടന സ്ഥാപിച്ചതും ഇന്ത്യക്കെതിരെ നിരന്തരം ആക്രമണം അയച്ചുവിട്ടതും. അതെ, ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര തീവ്രവാദിയായി പ്രഖ്യാപിച്ച, ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഭീകരൻ മസൂദ് അസർ. അയാളുടെ അടിവേരറുത്താണ് ഇന്ത്യൻ സൈന്യം പഹൽഗാമിന് പ്രതികാരം തീർത്തത്. തൻ്റെ കൂടെയുള്ള 14 പേർ മരിച്ചെന്ന് മസൂദ് അസർ വാർത്താക്കുറിപ്പിറക്കുമ്പോൾ അയാൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഇന്ത്യ ഇങ്ങനെ തിരിച്ചടിക്കുമെന്ന്. നമ്മുടെ രാജ്യത്തിന് ഇന്നോ ഇന്നലെയോ ഉണ്ടായ പകയല്ല മസൂദിനോട്. ആ ചരിത്രത്തിന് ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോളം തന്നെ പഴക്കമുണ്ട്. 2001 ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമണം, 2016 പത്താൻകോട്ട് ആക്രമണം തുടങ്ങി രാജ്യത്തുണ്ടായ നിരവധി ഭീകരാക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരനായിരുന്നു മസൂദ് അസർ. ഇന്ത്യ കഴിഞ്ഞ ദിവസം തകർത്തു തരിപ്പണമാക്കിയത് മസൂദ് അസറിൻ്റെ താവളമാണ്. ഇവിടെ നിന്നാണ് ഇയാൾ കശ്മീരിലേക്കും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും തീവ്രവാദം റിക്രൂട്ട് ചെയ്തത്. സമാധാനത്തോടെ ജീവിച്ചു പോന്നിരുന്ന ഇന്ത്യൻ ജനതയുടെ മേൽ അശാന്തിയുടെ തീവ്ര പ്രത്യയശാസ്ത്രം വിതറിയത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തീവ്രവാദ ആക്രമണ പദ്ധതികളുമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ മസൂദ് അസറിനെ 1994 കശ്മീരിൽ വെച്ച് ഇന്ത്യ പിടികൂടുന്നത്. ശേഷം തിഹാറിലേക്കും ജമ്മുവിലെ കോട്ട് ബൽവാർ ജയിലിലേക്കും കൊണ്ടുപോയി. എന്നാൽ 5 വർഷത്തിന് ശേഷം രാജ്യം ഇന്നും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ആ അധ്യായമുണ്ടായി. 99 ഡിസംബറിൽ 179 യാത്രക്കാരും 11 ജീവനക്കാരുമായി കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ച യാത്രാ വിമാനം തീവ്രവാദികൾ റാഞ്ചി. ഹർക്കത്ത് ഉൽ മുജാഹിദീൻ എന്ന ഭീകര സംഘടനയിൽപ്പെട്ട 5 അംഗങ്ങളാണ് വിമാനം റാഞ്ചിയത്. തുടർന്ന് യാത്രക്കാരെ ബന്ദികളാക്കി മസൂദ് അസർ അടക്കമുള്ള ഭീകരർക്കായി അവർ വിലപേശി. ഒടുവിൽ വാജ്പേയി ഭരണകൂടത്തിന് ആ ആവശ്യങ്ങൾക്ക് മുൻപിൽ അടിയറവ് പറയേണ്ടി വന്നു. മസൂദ് അസർ അടക്കമുള്ള ഭീകരരെ വിട്ടു നൽകിയതിനു ശേഷമായിരുന്നു അന്ന് നമുക്ക് ബന്ദികളെ മോചിപ്പിക്കാൻ സാധിച്ചത്. ഇന്ത്യയിൽ നിന്ന് വിട്ടയക്കപ്പെട്ടതിന് പിന്നാലെയാണ് മസൂദ് അസർ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിക്കുന്നത്. ജെയ്ഷെയുടെ ആദ്യത്തെ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം. അതിന് പിന്നാലെ 2002 ജെയ്ഷെ മുഹമ്മദിനെ പാകിസ്ഥാൻ നിരോധിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം ഒരു തന്ത്രമായിരുന്നുവെന്നും അവർക്ക് വെള്ളവും വളവും നൽകിയത് പാകിസ്ഥാൻ സൈന്യവും ISIയുമാണെന്നതും പരസ്യമായ രഹസ്യമാണ്. 2016 പത്താൻകോട്ട് ആക്രമണത്തിന് പിന്നിലും മസൂദ് അസർ തന്നെയായിരുന്നു. ഇപ്പോൾ പഹൽഗാമിൽ നഷ്ടപ്പെട്ട 26 ജീവനുകൾക്ക് നമ്മൾ പകരം ചോദിച്ചത് മസൂദിൻ്റെ അടുത്ത അനുയായികളുടെ ജീവനെടുത്തുകൊണ്ടാണ്. 2024 നവംബറിൽ ഇന്ത്യക്ക് നേരെയുള്ള ഭീകരാക്രമണങ്ങൾ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മസൂദ് അസറിൻ്റെ ഒരു പ്രസംഗം പുറത്തു വന്നിരുന്നു. കശ്മീരും ബാബറിയും എല്ലാം പരാമർശിച്ചു പോയ ആ പ്രസംഗം ഇന്ത്യയെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യമുള്ളതായിരുന്നു. എന്നാൽ അസറിൻ്റെ ഒളിയിടത്തിലേക്ക് നേരിട്ടുള്ള ഒരു ആക്രമണം ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല. ആ ക്ഷീണം ഇപ്പോൾ അയാൾക്ക് നേരെ അല്ലെങ്കിൽ കൂടിയും അടുത്ത അനുയായികളെ വധിച്ചുകൊണ്ട് ഇന്ത്യ തിരുത്തിരിക്കുകയാണ്. പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ പരോക്ഷ പിന്തുണയോടുകൂടി നമ്മുടെ രാജ്യത്തെ നിരന്തരം ലക്ഷ്യമിടുന്ന മസൂദ് അസർ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അപകടകാരിയായ ഭീകരവാദിയാണ്. തുടർന്നുള്ള നീക്കങ്ങളിലും ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ലക്ഷ്യം മസൂദ് അസർ തന്നെയായിരിക്കും. അതുവഴി ഭീകരാക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞ സാധാരണക്കാരായ ഇന്ത്യൻ പൗരന്മാരുടെ ജീവന് കണക്ക് ചോദിക്കൽ തന്നെയാകും.